ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് അതുപോലെ ഷെറിൻ ബ്രിഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് അതുപോലെ കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ്. അപ്പോൾ ഇനി നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് മെഷർമെൻറ്റ്സ് ഓഫ് ഇൻഡക്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും KT നോട്ട്സിൽ കുറച്ച് സിമ്പിളായതുകൊണ്ട് അതിൽ നിന്നുള്ള PDF വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്, ഇതാണ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. R1 ഒരു ആമിൽ R1 L1, R4 R3 R2 L2, അതായത് രണ്ട് ബ്രാഞ്ചസിൽ RL റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ഈ ബ്രാഞ്ചസിലും ബാക്കി രണ്ടിലും റെസിസ്റ്റൻസ് മാത്രം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെയിം തന്നെയാണ്. അറ്റ് ബാലൻസ് Z1 Z4, അതായത് ഓപ്പോസിറ്റ് സൈഡ് Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജും ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളൊരു AC സോഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ ഗാൽവനോമീറ്റർ. ബാക്കിയൊക്കെ ബ്രിഡ്ജസ് സെയിം തന്നെയാണ്, അതുകൊണ്ട് അത് സ്പെഷ്യലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അറ്റ് ബാലൻസ് നോക്കാം. Z1 Z2 ഈസ് ഈക്വൽ ടു Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. Z1 എന്താണ്? ഇതാണ് Z1 R1 പ്ലസ് L1. അപ്പം R1 പ്ലസ് J ഒമേഗ L1 അല്ലേ, R1 പ്ലസ് J ഒമേഗ L1 എഴുതി. Z2 ഏതാണ്? താഴെയുള്ളതാണ്. അപ്പോൾ Z2ന് R2 പ്ലസ് J ഒമേഗ L2 എന്ന് എഴുതി. Z3 എന്ന് പറയുന്നത് R3 റെസിസ്റ്റൻസ് മാത്രമാണ്, Z4 റെസിസ്റ്റൻസ് മാത്രമാണ്. ഇനി Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ Z1 ആണ് R1 പ്ലസ് J ഒമേഗ L1 ഇൻറ്റു Z4 R4 വിച്ച് ഈസ് ഈക്വൽ ടു R2 J ഒമേഗ L2 ഇൻറ്റു R3. ഇനി നമ്മൾ ഷെറിൻ ബ്രിഡ്ജിലൊക്കെ ചെയ്ത പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് റിയൽ ടേമും ഇമാജിനറി ടേമും ഇക്വേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ ഇമാജിനറി ടേംസ് എന്ന് പറയുമ്പോൾ ജെയുടെ ടേംസ്, അതായത് J ഒമേഗ R4 ഇൻറ്റു L1 ഉണ്ട്, J ഒമേഗ L2 ഇൻറ്റു R3 ഉണ്ട്. അപ്പോൾ അതിവിടെ ഇക്വേറ്റ് ചെയ്തു. അതുപോലെ റിയൽ ടേംസ് R1 R4 ഉണ്ട്, R2 R3 ഉണ്ട്, ഇത് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് R1 ഈസ് ഈക്വൽ ടു R2 R3 ബൈ R4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് R1 ഈസ് ഈക്വൽ ടു R2 R3 ബൈ R4 എന്ന് കിട്ടി. അപ്പോൾ R2 R4ഉം R3 R4 ഒക്കെ നമുക്ക് ഓൾറെഡി അറിയാം. R2 നമ്മൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, ആ വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ആ നോൺ റെസിസ്റ്റൻസ് വെച്ചിട്ട് R1 കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് ബാലൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് ഒക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇമാജിനറി പാർട്ടിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് കിട്ടി? L1 ഈസ് ഈക്വൽ ടു L2 ഇൻറ്റു R3 ബൈ R4 ചെയ്താൽ മതി. അപ്പോൾ ഈ L2 എന്ന് പറയുന്നത് നോൺ ഇൻഡക്റ്റൻസ് ആണ്, നമുക്ക് അറിയുന്ന ഇൻഡക്റ്റൻസ് ആണ്. Therefore unknown inductance L1 is equal to L2 R3 by R4. ഓക്കെ, അപ്പം സിമ്പിളാണ്, അപ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. അപ്പോൾ ഇനി മാക്സ്വെൽ തന്നെ വേറൊരു ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സജഷൻസ്. അപ്പോൾ ഇതിൽ നമ്മൾ സീരീസ് ഇൻഡക്ടറാണ് യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് പകരം ഇൻഡക്റ്റൻസ് L1 മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ നല്ലതായിരിക്കും, അതായത് മോർ ബെനിഫിറ്റ്സ്. അതുകൊണ്ട് അതായത് ഇൻഡക്റ്റൻസിന് പകരം കപ്പാസിറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ അങ്ങനെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മോർ ആക്യുറേറ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇൻഡക്റ്റൻസിന് പകരം നമ്മൾ എന്ത് ചെയ്തു? കപ്പാസിറ്റൻസ് കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പം R1 L1 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? R4ഉം C4ഉം
ഒരു പാരലായിട്ട് R4ഉം C4ഉം കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് സീരീസ് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ പാരലിനാണ് പറയുന്നത്. ബട്ട് അവർ കാണിച്ചിരിക്കുന്നത് സീരീസ് ആയിട്ടുള്ള ഫിഗറാണ്. അത് തെറ്റാണ്. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാണ്ട് ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ C4ഉം R4ഉം പാരലാണ്. ഓക്കെ, ബാക്കി ഇവിടെ R2 ഉണ്ട്, R3 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രിഡ്ജ് മാത്രം പഠിക്കുക. ബാക്കി ഡെറിവേഷൻ എന്താണ്, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇമാജിനറി ടേംസും റിയൽ ടേംസും ഇക്വേറ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. Therefore, at balance, Z1, Z4 is equal to Z2, Z3. That is Z1, Z4 is equal to Z2, Z3. ഇനി Z1 എന്താണ്? R1 plus J omega L1 അല്ലേ, R1 plus J omega L1. Z2 എന്താണ്? Z2 ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നേരത്തെ ഇൻഡക്റ്റൻസ് ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ Z2ൽ R2 മാത്രമേ ഉള്ളൂ. ഇനി Z3 എന്താണ്? R3 ആണ്. Z4ൽ കപ്പാസിറ്ററും റെസിസ്റ്റൻസും പാരലാണ് അല്ലേ. അപ്പം പാരലൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? R4 പാരലൽ ടു 1/J omega C4, 1/J omega C4 അല്ലേ. കപ്പാസിറ്റൻസിനെ നമ്മൾ ഇൻഡക്റ്റൻസിനെ J omega L1 എഴുതിയ പോലെ കപ്പാസിറ്റൻസിനെ 1/J omega C അല്ലേ. അപ്പോൾ രണ്ടും പാരലാണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആദ്യം അവസാനം എന്ത് കിട്ടും? R4 പാരലൽ എന്ത് ചെയ്യുക? R4 ഇൻറ്റു 1/J omega C4 ഡിവൈഡ് ബൈ R4 അല്ലേ, പ്ലസ് 1/J omega C4 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അത് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? R4/J omega C4 ഡിവൈഡ് ബൈ R4 ഇൻറ്റു അല്ലേ R4/J omega C4 പ്ലസ് 1 ഡിവൈഡ് ബൈ J omega C4. അപ്പോൾ ഈ J omega C4ഉം J omega C4ഉം ക്യാൻസലായിട്ട് പോവും മുകളിലത്തെ. അപ്പം ബാക്കി R4 ഉണ്ടാവും, 1 പ്ലസ് R4 ഇൻറ്റു J omega C4 ഉണ്ടാവും അല്ലേ. R4 ഉണ്ടാവും, 1 പ്ലസ് J omega C4 ഇൻറ്റു R4 ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മുടെ R1 എന്ന് പറയണ്ട, Z1 മതി. ഓക്കെ, Z1 Z2/Z1 പ്ലസ് Z2 എന്നുള്ള ഇക്വേഷൻ അത് വെച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? Z1 ഇൻറ്റു Z4 ഇസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z3 അല്ലേ. ഈ ഒരു ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ Z1 R1 പ്ലസ് J omega L1 ഇൻറ്റു Z4 എന്താണ്? നമുക്കിപ്പം കിട്ടി R4/1 പ്ലസ് J omega C4 R4 വിച്ച് ഈസ് ഈക്വൽ ടു R2 ഇൻറ്റു R3 അല്ലേ. Z2 Z3 R2 R3 ആണ്. R2 ഇൻറ്റു R3 ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ R1 നമ്മൾ എന്ത് ചെയ്തു? ഈ 1 പ്ലസ് J omega C4ന് ഡിനോമിനേറ്ററിലുള്ളതിനെ ആദ്യം ഇങ്ങോട്ടെടുത്ത് അല്ലേ, അല്ലെങ്കിൽ അതിനെ ഇങ്ങോട്ടെടുത്താൽ മതി, അതാണ് എളുപ്പം. അപ്പം അത് R2 R3യുടെ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 R3 അല്ലേ. ദാറ്റ് ഈസ് 1 പ്ലസ് J omega C4 R4 അല്ലേ. അപ്പോൾ R2 R3 പ്ലസ് J omega C4 R4 പിന്നെന്ത് വരും? നമ്മുടെ R2 R3 വരും ന്യൂമറേറ്ററിൽ. അതുപോലെ ഈ ഒരു ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R1 R4 പ്ലസ് J omega L1 R4 എന്നും കിട്ടി. ഓക്കെ, ഇനി ഇതിൽ റിയൽ പാർട്ട് ഏതൊക്കെയാണ്? R1 R4 R2 R3. അപ്പോൾ R1 ഈസ് ഈക്വൽ ടു സെയിം R2 R3/R4. R1 ഈസ് ഈക്വൽ ടു R2 R3/R4. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് സെയിം ഇക്വേഷൻ തന്നെ കിട്ടി. ഇനി L1 ഇനി അടുത്ത ഇമാജിനറി പാർട്ട് J omega L1 ഇൻറ്റു R4 ഉണ്ട് ഇവിടെ. J omega L1 ഇൻറ്റു R4 അതുപോലെ J omega C4 R4 R2 R3. അപ്പോൾ അതിൽ കോമൺ ടേംസൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഒമേഗ പോയി. അതുപോലെ L1 R4 ഇസ് ഈക്വൽ ടു
R4 കളയാലോ നമുക്ക്. R4 ഈ R4 കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? L1 ഇസ് ഈക്വൽ ടു C4 അല്ലേ. C4 ഉണ്ട് R2 ഇൻറ്റു R3. L1 ഇസ് ഈക്വൽ ടു C4 R2 R3. ഇതാണ് ഇക്വേഷൻ ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് L1 ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇതിലെന്തായിരുന്നു? L1 ഇൻ ടേംസ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ്സിന് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ്, മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് മാത്രം പേര് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ L1 ഇസ് ഈക്വൽ ടു C4 R2 R3 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ ക്യൂ ഫാക്ടർ. അപ്പോൾ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഫാക്ടർ ഈസ് ഈക്വൽ ടു XL ബൈ R, ദാറ്റ് ഈസ് L1 ഒമേഗ ബൈ R1 ഇസ് ഈക്വൽ ടു ഒമേഗ R4 C4 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ L1ൻ്റെയും R1ൻ്റെയും വാല്യൂ നമുക്കറിയാമല്ലോ അല്ലേ. XL XR ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ അറിയാം. അപ്പോൾ L1 R1ൻ്റെയും വാല്യൂ, L1ൻ്റെ വാല്യൂ എന്താണ്? C4 R2 R3 ഒമേഗ അല്ലേ. L1 ഒമേഗ ഡിവൈഡഡ് ബൈ ഇൻറ്റു R4 ഡിവൈഡ് ബൈ R1 എന്താണ്? R2 R3 ബൈ R4 അല്ലേ. അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഒമേഗ R4 C4 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ക്യൂ ഫാക്ടർ. അപ്പോൾ ക്യൂ ഫാക്ടർ എന്ന് പറഞ്ഞാൽ XL ബൈ R, ഈ ഒരു റേഷ്യോനാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ക്യൂ ഫാക്ടർ or Q value between 1 to 10, that is Q greater than 10 എന്താണ്? ഹൈ ക്യൂ കോയിൽ, അതുപോലെ Q ലെസ് ദാൻ 1 ആണെങ്കിൽ ലോ ക്യൂ കോയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേംസ് കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ്? മെഷേഴ്സ് ആൻ അൺനോൺ ഇൻഡക്റ്റൻസ് ഇൻ ടേംസ് ഓഫ് നോൺ കപ്പാസിറ്റർ, അത്രയാണ്. അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് ഇതിൽ നിന്ന് കിട്ടും. ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ആംസ് ഓഫേഴ്സ് അഡ്വാൻറ്റേജ് ഓഫ് കോമ്പാക്ട്നെസ് ആൻഡ് ഈസി ഷീൽഡിങ്. ദ കപ്പാസിറ്റർ ഈസ് ഓൾമോസ്റ്റ് എ ലോസ്ലെസ് കമ്പോണൻറ്റ്, അതൊരു ലോസ്ലെസ് കമ്പോണൻ്റ് അതാണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അഡ്വാൻറ്റേജ്. 1 ആം ഹാസ് എ റെസിസ്റ്റൻസ് R1 ഇൻ പാരലൽ വിത്ത് C1. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ വിത്ത് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ പാരലായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഈ ബ്രിഡ്ജും ഈ ഒരു ഇക്വേഷനും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ മാത്രം മതി. ക്വാളിറ്റി ഫാക്ടറും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇനി ഇതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിൻറ്റ്സിൽ മാക്സ്വെൽ ബ്രിഡ്ജ് ഈസ് ലിമിറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് ലോ ക്യൂ വാല്യൂസ്. ലോ ക്യൂ വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്വാളിറ്റി ഫാക്ടറുള്ള വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ ബ്രിഡ്ജ് ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടഡ് ഫോർ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ് സിൻസ് കമ്പാരിസൺ വിത്ത് എ കപ്പാസിറ്റർ ഈസ് മോർ ഐഡിയൽ ദാൻ വിത്ത് അനദർ ഇൻഡക്റ്റൻസ്. അപ്പം കപ്പാസിറ്റർ ഞാൻ പറഞ്ഞു എന്താണ്? നമ്മൾ ഇൻഡക്റ്റൻസ് യൂസ് ചെയ്തിട്ട് അല്ലേ RL സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടു, അതുപോലെ ഇപ്പോൾ Rഉം Cയും. അപ്പോൾ കപ്പാസിറ്റൻസ് വെച്ച് മെഷർ ചെയ്യുന്നതാണ് മോർ ഐഡിയൽ ആയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ബ്രിഡ്ജ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, കൊമേഴ്ഷ്യൽ ബ്രിഡ്ജസ് മെഷർ ഫ്രം 1 to 1000 Henry with a plus or minus 2% error. Okay, if Q is very large, R1 becomes excessively large and it is impractical to obtain a satisfactory variable standard resistance in terms of in the ranges of values applied. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഈ രണ്ട് പോയിൻറ്റ്സ് ക്യൂ വാല്യൂ 1 to 10 ആയിരിക്കും. അതുപോലെ ഇൻഡക്റ്റൻസിനേക്കാളും കൂടുതൽ ഐഡിയൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക കപ്പാസിറ്റർ വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്സിലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും നോക്കാം.
എന്താണ് അഡ്വാൻറ്റേജസ്? ദ ബാലൻസ് ഇക്വേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലോസസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡക്റ്റൻസ്. പിന്നെന്താണ്? ദ മെഷർമെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എക്സൈറ്റേഷൻ ഫ്രീക്വൻസിനെയൊന്നും എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദ സ്കെയിൽ ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി കാലിബ്രേറ്റഡ് ടു റീഡ് ഇൻഡക്റ്റൻസ് ഡയറക്റ്റ്ലി. അപ്പോൾ ആ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡക്റ്റൻസ് ഡയറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡക്റ്റൻസ് അറ്റ് പവർ ആൻഡ് ഓഡിയോ ഫ്രീക്വൻസീസ് ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ ഈ നാലെണ്ണമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്യൂ വാല്യൂസ് കനോട്ട് ബി മെഷേർഡ്. 1 to 10 മാത്രമേ മെഷർ ചെയ്യാൻ പറ്റൂ. ഹൈ ക്യൂ വാല്യൂസ് കനോട്ട് ബി മെഷേർഡ്. ഇപ്പോൾ ക്യൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? XL/R. ആ ഒരു റേഷ്യോനാണ് ക്യൂ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. വേറെ എന്താണ്? ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്സ് ഓഫ് വെരി ലോ ക്യൂ വാല്യൂസ് ബിക്കോസ് ഓഫ് ബാലൻസ് കൺവേർജൻസ് പ്രോബ്ലം. വെരി ഹൈയും പറ്റില്ല, ലോയും പറ്റില്ല. അപ്പോൾ ആ ഒരു മീഡിയം റേഞ്ച്. The Maxwell's bridge using a fixed capacitor has the advantage that there is an interaction between the resistance and reactance balance. This can be avoided by varying the capacitance instead of R2 and R3 to obtain a reactance balance. However, the bridge can be made to read directly in Q. Next വരുന്നത്, the bridge balance equations are independent of frequency, but practically the properties of coil under test varies with the frequency, which can cause error. ഓക്കെ, അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും സാധാരണ ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് അതുപോലെ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പം മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടത് ഈ ഒരു ബ്രിഡ്ജ് വരക്കാനും അതിൻ്റെ ബാലൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അതായത് ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഒരു 7 മാർക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ ഒരു ക്വസ്റ്റ്യൻ നിന്ന് മാക്സിമം ചോദിക്കും. അതായത് ബ്രിഡ്ജിൽ അങ്ങനെ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ആ രീതിയിൽ ഇപ്പം പഠിച്ചാൽ മതി. ഇനിയിപ്പം കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിലോട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4th മൊഡ്യൂൾ നമ്മൾ ഇന്നത്തോടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വി ക്യാൻ സ്റ്റാർട്ട് അവർ 5th മൊഡ്യൂൾസ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ 5th 6th തീർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാം, ഈ നോട്ട്സ് എഴുതി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.